നമ്മെ നരകത്തിലേക്ക് നയിക്കുന്ന ശത്രു ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചത്, നിങ്ങളുടെ ഇഹപര ജീവിതത്തിൽ നിങ്ങൾ പരാജയപ്പെടുന്നത്, നിങ്ങളെ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുവാനും പ്രതിരോധത്തിലാക്കുവാനും കഴിയുന്ന അതിശക്തനായ പിശാചിനെ നിങ്ങൾ തിരിച്ചറിയാത്തത് കൊണ്ടാണ് എന്ന്. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ, ഇന്ന ശൈത്വാന ലക്കും അദുവ്വൻ, തീർച്ചയായും പിശാച് നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാകുന്നു. നമ്മുടെ ശത്രുവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തതയോടുകൂടി പഠിപ്പിച്ചു. നിങ്ങളുടെ ശത്രു പിശാചാകുന്നു. ആ പിശാചിനോടുള്ള നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കണം? ഫത്തഖിദൂഹു അദുവ്വ, നിങ്ങളുടെ മനസ്സിലെ ഏറ്റവും വലിയ ശത്രുവായി നിങ്ങൾ പിശാചിനെ നിങ്ങൾ സ്വീകരിക്കുക എന്നാണ്. കാരണം എന്തേ? ഇന്നമാ യദ്ഉ ഹിസ്ബഹു, അവനും അവന്റെ അനുയായികളും ലയകൂനു മിൻ അസ്ഹാബിസ് സഈർ, നിങ്ങളെ ക്ഷണിക്കുന്നത് നിങ്ങളെ നരകാവകാശികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുവാൻ വേണ്ടിയാണ്. ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ പൊരുതി തോൽപ്പിക്കേണ്ടത്, പൊരുതി ജയിക്കേണ്ടത് പിശാചിനോടാണ് എന്നതാണ് വിശ്വാസികളോടുള്ള അള്ളാഹുവിന്റെ കൽപ്പന. പിശാചിന് എതിരെയുള്ള പോരാട്ടമാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ ജീവിതം എന്ന് നമുക്ക് നിർവചിക്കുവാൻ പറ്റും. നോക്കൂ നിങ്ങൾ, കാരണം എന്താണെന്നറിയോ? ആ പിശാച് ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചത് മുതൽ, അവൻ മുസ്ലിമാണെന്ന് പ്രഖ്യാപിച്ച ആ സെക്കൻഡ് മുതൽ മരണസമയം വരെ അവന് പിന്നാലെയുണ്ടാകും എന്നതാണ്. അവന്റെ പിന്നാലെ അവന്റെ വിശ്വാസം സ്വർഗത്തിലേക്കെത്തുന്ന വിശ്വാസമാണെന്ന് ബോധ്യപ്പെടുന്ന ആ സെക്കൻഡ് മുതൽ പിശാച് അവന് നോട്ടമിടുകയും അവന്റെ പിന്നാലെ ഉണ്ടാകും. അള്ളാഹു നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ടാണ് റഹ്മാനായ റബ്ബ് പറഞ്ഞത്, നിങ്ങൾ അവനെ സൂക്ഷിക്കണം, അല്ല നിങ്ങൾ അവനെ ശത്രുവായി പ്രഖ്യാപിക്കണം എന്നാണ്. ജീവിതം കൊണ്ട് ഏറ്റവും വലിയ ശത്രുവിനെ പ്രഖ്യാപിക്കേണ്ടത് പിശാചിനോടാണ് എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ അത് പാരായണം ചെയ്യുന്ന ഓരോ സെക്കൻഡിലും, അതിന്റെ സമാരംഭം കുറിക്കുന്ന ഓരോ സമയത്തും അവൻ ചൊല്ലേണ്ടുന്നത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നാണ്. ഇത് ജീവിതത്തിൽ പിശാച് നമ്മെ ഉപദ്രവിക്കുന്ന ഓരോ സമയത്തും അള്ളാഹുവിനോട് കാവൽ തേടേണ്ടുന്ന പ്രാർത്ഥനയാണ്. അഊദു ബില്ലാഹ്, റഹ്മാനെ നിന്നോട് ഞാനിതാ ശരണം തേടുന്നു, ഒരു രക്ഷ നീയല്ലാതെ ഇല്ല. ആരിൽ നിന്ന്? മിനശ് ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട ആ പിശാചിനെ കൊണ്ട് ഞാനിതാ രക്ഷ തേടുന്നു എന്നാണ്. ഇന്ന് എത്ര തവണ അള്ളാഹുവിനോട് രക്ഷ തേടേണ്ടുന്ന സാഹചര്യങ്ങളോട് കടന്നുപോയി, പക്ഷേ പിശാച് അത് ചൊല്ലി ആ തിന്മയിൽ നിന്ന് പിന്മാറാനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടാക്കി നൽകില്ല. അവിടെ നാം അറിയുക, നാം ശക്തനായ എതിരാളിക്ക് മുമ്പിൽ ദുർബലനായ ഒരു മനുഷ്യനായി പിറകോട്ട് പോയിരിക്കുന്നു എന്ന്. മഅദല്ലാഹ്, അല്ലാഹു നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിശാച് ഒരു മനുഷ്യനെ വിടാതെ പിടികൂടുന്നതിനെ കുറിച്ച് പറയുന്ന ദീർഘമായ ഒരു ഹദീസുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയാണ് പറഞ്ഞത്, ഇന്ന ശൈത്വാൻ, തീർച്ചയായും പിശാച് കഅദല ഇബ്നു ആദം ബി അത്റുഖി, അവന്റെ എല്ലാ പാന്താവിലും എല്ലാ നല്ല വഴിയിലും പിശാച് പതുങ്ങിയിരിക്കുമെന്ന്. ഫഖഅദ ലഹു ബിത്വരീഖിൽ ഇസ്ലാം, അവൻ ഇസ്ലാമിന്റെ മാർഗത്തിലേക്ക് അങ്ങ് പ്രവേശിച്ചാൽ അതിന്റെ പാതയിലും അവൻ ഇരിക്കും. മുസ്ലിമായാൽ, മുഅ്മിനായാൽ, ഒന്ന് ശരിയായി ജീവിക്കാൻ തീരുമാനിച്ചാൽ ആ നടുവഴിയിൽ അവനെ മുഖത്തോട് മുഖം നോക്കി അവനെ തടസ്സം നിന്ന് പിശാച് ഫഖാല ലഹു, അവനോട് ചോദിക്കുന്ന എന്താ ചോദ്യം എന്നറിയോ? തുസല്ലിമു വതദറു ദീനക വദീന ആബായിക വആബായി അബീക, നിന്റെയും നിന്റെ പിതാക്കളുടെയും പിതാമഹന്മാരുടെയും ഒക്കെ മതത്തെ നീ വെടിഞ്ഞ് നീ ഇസ്ലാമിനെ സ്വീകരിക്കുകയാണോ? ജാറോ ഉറൂസും മഖ്ബറയും തങ്ങളും ബീവിയൊക്കെ ഉപേക്ഷിച്ച് നീ അങ്ങ് മാറാണോ എന്ന് പിശാച് അവരോട് ചോദിക്കും. നീ ബിംബാരാധനയിൽ നിന്നും അതുപോലെയുള്ള ആചാരങ്ങളിൽ നിന്നുമൊക്കെ നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ മാതാക്കൾ കൊണ്ടു നടന്നിരുന്ന അതിൽ നിന്നൊക്കെ നീ മാറുകയാണോ? പിശാച് ചോദിച്ചുകൊണ്ടേയിരിക്കും. അനുഭവമില്ലേ സുഹൃത്തുക്കളെ നമുക്ക്?
അവിടെ പിശാചിനെ പ്രതിരോധിക്കാൻ ശക്തി ഉള്ള ഒരു വിശ്വാസി ഫഅസാഹു, ആ പിശാചിനെ ധിക്കരിച്ചു കളഞ്ഞു, എന്നിട്ട് പിശാചിനെ തട്ടിമാറ്റി, എന്നിട്ട് ഫഅസ്ലമ, അവൻ യഥാർത്ഥ ഇസ്ലാമിലേക്ക് അവൻ പ്രവേശിച്ചു. അതോടുകൂടി പിശാച് പോരുടോ? ഇല്ല. സുമ്മ ഖഅദ ലഹു ബിത്വരീഖിൽ ഹിജ്റ. ഒരു മുസ്ലിമായി കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ ഇസ്ലാമിനു വേണ്ടി എല്ലാവിധ സുഖങ്ങളെയും അവന്റെ ജീവിതത്തിലെ എല്ലാവിധ നന്മകളെയും ചിലപ്പോൾ അവൻ ഇസ്ലാമിനു വേണ്ടി ഉപേക്ഷിക്കേണ്ടി വരും. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച നാട്, സഹാബത്ത് വളർന്ന് തങ്ങൾ ഏകോദര സഹോദരന്മാരെ പോലെ ജീവിച്ച ആ മക്കയിൽ നിന്ന് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി അവർ പലായനം ചെയ്യാണ്. അതിന് ഹിജ്റ എന്നാ പറയാം. നമ്മളും ചിലപ്പോ നമ്മുടെ ജീവിതത്തിലെ ഹറാമുകൾ മാറ്റിവെച്ച് പലിശകളും വ്യഭിചാരത്തിന്റെയും തോന്നിവാസങ്ങളുടെയും വാതിലുകളൊക്കെ കൊട്ടിയടച്ച് നമ്മുടെ നഫ്സിനെ ഒരു ഹിജ്റ നടത്തലുണ്ട്. അപ്പോ ആ ഹിജ്റയുടെ നടുക്കവൻ ഇരിക്കും. അവന്റെ മനസ്സും അവന്റെ ശരീരവും കൊണ്ട് അവൻ നടത്തുന്ന ഹിജ്റയുടെ പാതയിൽ പിശാചങ്ങ് കയറിയിരിക്കും. എന്നിട്ട് ഫഖാല, എന്നിട്ട് അവനോട് ചോദിക്കും. എന്താ ചോദ്യം എന്നറിയോ? തുഹാജിറു വതദഉ അർളക വസമാഇക, നീ നിന്റെ ആകാശവും ഭൂമിയും ഒക്കെ ഉപേക്ഷിച്ച് ഹിജ്റ പോകുകയാണോ? എല്ലാ സുഖങ്ങളും ഉപേക്ഷിക്കുകയാണോ? അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, വഇന്നമാ മസലുൽ മുഹാജിരി കമസലി ഫർസി ഫിത്വൽ, കഠിനമായി അധ്വാനിച്ച് ഓടി പന്തയത്തിൽ വിജയിച്ച ഒരു കുതിരയ്ക്ക് സമാനമാണ് ആ മുഹാജിർ എന്നാണ്. അത്ര കഠിനാധ്വാനം ചെയ്തിട്ടായിരിക്കും ഇങ്ങനെ ഹിജ്റ പോകുന്ന ഒരു വിശ്വാസിയുടെ നില. മറിച്ചോ തളർന്ന് ആ പിശാചിന് കീഴ്പ്പെട്ടവൻ നശിച്ചതു തന്നെ എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വിശ്വാസികളെ, പിശാച് അവിടെയും അവനെ തടുത്തുകൊണ്ടേയിരിക്കും. ഫഅസാ, വിശ്വാസി തട്ടിമാറ്റും. യഥാർത്ഥ വിശ്വാസമുള്ളവൻ പിശാചിനെ തന്റെ ജീവിതത്തിൽ നിന്നും അകറ്റി നിർത്തും. ഫഹാജറ, അവൻ അള്ളാന്റെ മാർഗത്തിൽ അങ്ങനെ ഹിജ്റ പോകും. അള്ളാന്റെ മാർഗത്തിൽ ഹിജ്റ പോകും. അപ്പോ പിശാച് വിടോ? ഇല്ല. അപ്പോഴും പിശാച് അവന്റെ മുന്നിൽ അവന്റെ പാലായനത്തിന്റെ മാർഗത്തിൽ, അവന്റെ ഹിജ്റയുടെ മാർഗത്തിൽ, അവന്റെ ജിഹാദിന്റെ മാർഗത്തിൽ പിശാച് അങ്ങോട്ട് കയറിയിരിക്കും. പിന്നെ അവൻ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ഓരോ സെക്കൻഡിലും പിശാച് ഇടപെടും. അള്ളാഹ്ക്ക് വേണ്ടി ധർമ്മസമരം ചെയ്യാണ് അവൻ. അതിനുവേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ധനം കൊണ്ട്, ശരീരം കൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ സ്നേഹിക്കാനും ആ ദീനിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനും ശരീരം തന്നെ അള്ളാഹുവിനെ സമർപ്പിക്കുവാനും തീരുമാനിക്കുന്ന ആ നിമിഷാർദ്ധത്തിൽ ജിഹാദിന്റെ വഴിയിൽ പിശാച് കയറിയിരിക്കും. എന്നിട്ട് അവനോട് ചോദിക്കും, ഫഖാല തുജാഹിദു, നീ ഫതുജാഹിദു ഫഹുവ ജുഹദുൻ നഫ്സി വൽ മാലിൻ, നീ ധനം കൊണ്ടും ശരീരം കൊണ്ടും ആ മനുഷ്യൻ ജിഹാദ് ചെയ്യുമ്പോ, ആ മാർഗത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിന് ഇറങ്ങി പുറപ്പെടുമ്പോ, ഇതുകൊണ്ടൊക്കെ നീ ജിഹാദിന് ഇറങ്ങാണോ എന്ന് ചോദിക്കും. ഇതുകൊണ്ടൊക്കെ നീ ഇറങ്ങാണോ? അങ്ങനെ ആ മനുഷ്യൻ ഫതുഖാത്തിലു ഫതുഖ്തൽ, അങ്ങനെ അയാള് ആ ജിഹാദിൽ കൊല്ലപ്പെടുന്നു. പിശാച് അവനോട് പറയും, നീ യുദ്ധത്തിനിറങ്ങിയ നീ കൊല്ലപ്പെടും. മാത്രല്ല ഫതുൻകഹുൽ മർഅത്തു, നിന്റെ ഭാര്യയെ വേറൊരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കപ്പെടും. വയുഖ്സമുൽ മാൽ, നിന്റെ സ്വത്തുക്കൾ ആളുകൾക്കിടയിൽ, മക്കൾക്കിടയിൽ വിതരണം ചെയ്യപ്പെടും, അനന്തരം കൊടുക്കപ്പെടും. അങ്ങനെ നീ യുദ്ധത്തിൽ കൊല്ലപ്പെടും. അങ്ങനെ നീ നിന്റെ ധനം കൊണ്ടും ശരീരം കൊണ്ടും അള്ളാന്റെ മാർഗത്തിൽ ജിഹാദിന് ഇറങ്ങി പുറപ്പെടുകയാണോ എന്ന് അവനോട് വീണ്ടും പിശാച് ചോദിക്കും. ഈമാനുള്ള ഇഖ്ലാസുള്ള മനുഷ്യൻ ഫഅസാ, പിശാചിനെ തട്ടിമാറ്റും. ഫജാഹദ്, അവൻ ജിഹാദിന് ഇറങ്ങി പുറപ്പെടും എന്ന്. വിശ്വാസികളെ, എന്തൊരു ഈമാനാണ് ആ മനുഷ്യന്. ആ ഈമാനിനെ മാതൃകയായി അള്ളാഹ് പഠിപ്പിക്കുക. അപ്പൊ അള്ളാഹു ഈ അള്ളാന്റെ മാർഗത്തിൽ ശരീരം കൊണ്ട്, ധനം കൊണ്ട്, വിശ്വാസം കൊണ്ട്, കർമ്മം കൊണ്ട്, തന്റെ ചുറ്റുപാട് കൊണ്ട് എല്ലാം ഒരു ജിഹാദ് നടത്തിയ ഒരു മനുഷ്യനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉടനെ റസൂലുള്ളാഹി പറഞ്ഞു, ഫമൻ ഫഅല ദാലിക്, ഇങ്ങനെ ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ അങ്ങ് ജീവിച്ചാൽ, കാന ഹഖ്ഖൻ അലല്ലാഹി അസ്സ വജല്ല, റഹ്മാനായ റബ്ബിന്റെ മേൽ ഈ മനുഷ്യന്റെ കാര്യത്തിൽ ഹക്കായി തീർന്നു. എന്താണ് ഹക്ക്? യുദ്ഖിലഹു അൽ ജന്ന, അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക എന്നത് അള്ളാഹുവിന്റെ നിയമത്തിൽ അള്ളാഹുവിന് ബാധ്യതയായി തീർന്നു എന്ന്. അള്ളാഹുവിനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. എന്നിട്ട് അവന്റെ മരണത്തെക്കുറിച്ചും അള്ളാന്റെ റസൂൽ പറഞ്ഞു, അവന്റെ വാഹനമാണ് തട്ടിമറിച്ചത് എങ്കിൽ, തള്ളിയിട്ട് കഴുത്ത് പൊട്ടിയാണ് അവൻ മരിച്ചത് എങ്കിലും, കാന ഹഖ്ഖൻ അലല്ലാഹ് അൻ യുദ്ഖിലഹു അൽ ജന്ന, അവനെ സ്വർഗത്തിൽ അള്ളാഹു പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും. നോക്കൂ നിങ്ങൾ, ഒരു
ഒരു നിയ്യത്തും ഒരു കർമ്മവും ഉണ്ടെങ്കിൽ മരണം എങ്ങനെ സംഭവിച്ചാലും അവന് ഷഹീദിന്റെ കൂലി, അവന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിച്ചവന്റെ കൂലി അള്ളാഹു നൽകുമെന്ന്. ഇത് സഹാബത്തിന് മാത്രമല്ല കേട്ടോ വാഗ്ദാനം, നമ്മുടെ ജീവിതത്തിൽ പിശാചിനോട് പോരാടുന്നവർക്ക് അള്ളാഹു നൽകിയ വാഗ്ദാനമാണ്. ഇത് നമുക്ക് കിട്ടുമോ ഈ സുന്ദരമായ നാട്ടിൽ? അല്ലെ, എല്ലാവിധ സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിച്ചിട്ട് നാളെ എല്ലാവരും നമ്മുടെ ഖബറടക്കി അള്ളാന്റെ കോടതിക്ക് ചെല്ലുമ്പോ അള്ളാഹ് ഒരുക്കി വെച്ചിട്ടുള്ള, സഹാബത്തിന് ഒരുക്കി വെച്ചിട്ടുള്ള, മുഅ്മിനീങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ള ആ സ്വർഗം നേടുന്ന ഒരു ജിഹാദ്, പിശാചിനെതിരെയുള്ള ഒരു ജിഹാദ് നടത്തിയവരാണോ നമ്മളെന്ന് നമ്മൾ ചോദിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ പിശാചി എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരിക, അതുകൂടി നമ്മൾ അറിയണം, ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച്. ഒന്നാമതായി സഹോദരങ്ങളെ, മനുഷ്യ മനസ്സുകളിൽ പിശാച് ദീനിനെ കുറിച്ച് സംശയം ഉണ്ടാക്കുക ചെയ്യാം. നമ്മൾ അറിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, യഅതി അശ്ശൈത്വാൻ അഹദക്കും, നിങ്ങളുടെ അടുത്ത് ഓരോരുത്തരുടെ അടുത്തും പിശാച് വരും. എന്നിട്ട് ഫയഖൂൽ, അവനിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും. എന്താ സംസാരം? നേരത്തെ പറഞ്ഞ പോലുള്ള സംസാരം. ഒന്നിങ്ങനെയാണ്, മൻ ഖലഖ കദാ, മൻ ഖലഖ കദാ, ഇതൊക്കെ ആരുണ്ടാക്കി, ഇങ്ങനെയൊക്കെ ആരാ സൃഷ്ടിച്ചത് എന്ന് അവൻ നമ്മളോട് ചോദിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ നമ്മോട് ചോദിച്ച് അപ്പൊ നമ്മുടെ മനസ്സ് പറയും, ഇതൊക്കെ എന്റെ ലോകരക്ഷിതാവായ അള്ളാഹുവാണ് സൃഷ്ടിച്ചത്, റഹ്മാനായ റബ്ബാണ് സൃഷ്ടിച്ചത്. അവന്റെ മനസ്സ് അവനോട് സംസാരിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ ആ സംസാരം മുറുകി പിശാച് അവനോട് ചോദിക്കും, മൻ ഖലഖ റബ്ബുക, എങ്കിൽ നിന്റെ റബ്ബിനെ സൃഷ്ടിച്ചതാരാ? ആ ചോദ്യത്തിൽ നിന്നാണ് അവന്റെ മനസ്സിലേക്ക് ലിബറൽ ചിന്തകളും നിരീശ്വരവാദവും നിഷേധവും ഒക്കെ കടന്ന് അവന്റെ ജീവിതത്തെ തന്നെ ഇല്ലാതെയാക്കുന്നത്. ഉടനെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫഇദാ ബലഗ, ഇവിടേക്ക് അവന്റെ ചോദ്യം എത്തിയാൽ ഫൽയസ്തഇദ് ബില്ലാഹ്, നീ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലണം. വൽയൻതഹി, ആ ചിന്തയിൽ നീ അവസാനിപ്പിക്കുകയും ചെയ്യണം എന്ന് റസൂലുള്ളാഹി. പിശാച് വരുന്നൊരു വഴിയാണ്. രണ്ടാമത് പിശാച് ഉണ്ടാക്കുന്നതോ, ജനങ്ങൾക്കിടയിൽ ഫിത്ന ഉണ്ടാക്കും. നല്ല നിലക്ക് പോണ ആളുകൾക്കിടയിൽ വിവിധ അഭിപ്രായങ്ങളും ഫസാദ് ഉണ്ടാക്കിയിട്ട് ഒക്കെ കണക്കാ, അല്ലെ, മനസ്സങ്ങ് പറഞ്ഞു. എന്നിട്ട് ആദ്യം ഈ കണക്കാന്ന് പറഞ്ഞു, ആദ്യം ഇറങ്ങുന്ന സ്ഥലം കൂട്ടുകാരെടുത്തുന്നോ ഈ ഇതൊന്നല്ല, പള്ളിന്ന് ഇറങ്ങിയ മതി, പിശാചിനത് മതി. ഈ ഒരു വസ്വാസ് ഉണ്ടാക്കി, നിരാശയുണ്ടാക്കി, അതിന് ഉതകുന്ന ഒരു ഫിത്ന പിശാച് ഉണ്ടാക്കും. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി പറയാണ്, അർശു ഇബ്ലീസ് ഫിൽ ബഹർ, പിശാചിന്റെ ഇരിപ്പിടം അത് കടലിലാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, യബ്അസു സറായാഹു ഫീ കുല്ലി യൗമിൻ, എല്ലാ ദിവസവും അവന്റെ സംഘങ്ങൾ അവനിങ്ങനെ പറഞ്ഞയക്കും, യഫ്തിനൂനന്നാസ, ജനങ്ങൾക്കിടയിൽ ഫിത്ന ഉണ്ടാക്കാൻ. ആ ഫിത്ന ഉണ്ടാക്കാൻ സംഘമായി പിശാച് അവന്റെ അനുയായികളെ പറഞ്ഞേക്കും. ഈ ഒരു വിവരം നമുക്ക് വേണ്ടേ? ഭാര്യയോട് കയർക്കുമ്പോ, പടച്ച തമ്പുരാനെ, ഇന്നിന്റെ പെരയ്ക്ക് വേറെ ആരും വരുന്നതിന്റെ മുമ്പ് പിശാച് വന്നിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞോൻ ഓൻ ക്ഷമിക്കും. ആ ഭാര്യക്ക് ക്ഷമ വരും. മക്കളോട് ദേഷ്യം വന്നൊരു പിതാവ്, അവിടെ അവൻ സംയമനം പാലിക്കും. എന്തേ ഇതിന് കാരണം? കുറെ അധികം പ്രശ്നങ്ങൾ പിശാചുണ്ടാക്കി വെക്കും. മക്കളെ കൊണ്ടുണ്ടാക്കും, ഭാര്യയെ കൊണ്ടുണ്ടാക്കും, ഭർത്താവിനെ കൊണ്ടുണ്ടാക്കും. എന്തിനേറെ സ്നേഹനിധിയായ മാതാപിതാക്കളെ കൊണ്ടുവരെ ഉണ്ടാക്കും. അവന്റെ ഉദ്ദേശം എന്താ? കുടുംബം കലക്കണം. എന്തേ നമുക്ക് തിരിച്ചറിയാതെ പോകുന്നത്? നമ്മൾ ഓഫീസിലിരിക്കുമ്പോ ആ നല്ല ബന്ധം അത് നശിപ്പിക്കണം, അതന്നെ പിശാചിന്റെ ഉദ്ദേശം. നല്ല കെട്ടുറപ്പോടുകൂടി, സ്നേഹത്തോടുകൂടി, വാത്സല്യത്തോടുകൂടി പരസ്പരം പ്രാർത്ഥിച്ചും ഒരുമിച്ചും കല്യാണത്തിന് കൂടിയും മരിച്ചിടത്ത് പങ്കെടുത്തൊക്കെ ജീവിക്കുന്ന നല്ല നല്ല മനുഷ്യന്മാർക്കിടയിൽ ഫിത്ന ഉണ്ടാക്കണം. എന്തിന്? അതിന് കൊളാക്കാൻ, അതിന് നശിപ്പിക്കാൻ, അല്ലെ? നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അതാണ് പിശാചിന്റെ ഡ്യൂട്ടി. എന്നും അതാ പണി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഫഅഅലമുഹും ഇൻദഹു മൻസില, പിശാച് വൈകുന്നേരം എല്ലാ സഹാബികളെയും വിളിച്ചു കൂട്ടും. എന്നിട്ട് എല്ലാവരോടും ചോദിക്കും, നീ എന്താ ഫിത്ന ഉണ്ടാക്കിയത്? ഇന്ന് കുടുംബത്തിൽ എന്ത് ഫിത്ന ഉണ്ടാക്കി? നീ നാട്ടിൽ എന്ത് ഫിത്ന ഉണ്ടാക്കി? ആ സുഹൃത്തുക്കൾക്കിടയിൽ എന്താ ഫിത്ന ഉണ്ടാക്കിയെന്ന് ചോദിക്കും. അപ്പോ അതിലേറ്റവും പിശാചിന്റെ അംഗീകാരം കിട്ടുന്ന, എ ഗ്രേഡ് കിട്ടുന്ന ശൈത്താൻ ആരാന്നറിയോ? അഅലമു ഫിത്നത്തൻ ലിന്നാസി, ജനങ്ങൾക്കിടയിൽ കുഴപ്പം ഫസാദ് ഉണ്ടാക്കിയവനെ പിശാച് നല്ല ബഹുമാനിക്കുന്നു. വിശ്വാസികളെ, ജീവിതത്തിൽ ഈ തിരിച്ചറിവ്, പിശാചാണ് ഏറ്റവും വലിയ ശത്രു എന്ന തിരിച്ചറിവ് ഉണ്ടാകാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് നമ്മളെ പഠിപ്പിച്ചത്. ഇങ്ങനെ ഫസാദുകൾ കൊണ്ട്, അറിവില്ലായ്മകൾ കൊണ്ട് ദീനിൽ സംശയമുണ്ടാക്കി പിശാച് കടന്നു വരുമ്പോ അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗം എന്താണ്?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 കാര്യങ്ങൾ പ്രത്യേകമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന്, ദീനിനെ കുറിച്ച് നമുക്കുണ്ടാകേണ്ടുന്ന ഇഖ്ലാസാണ്. ഇഖ്ലാസ് എന്ന വാക്കിന് മലയാളത്തിൽ അർത്ഥം ആത്മാർത്ഥത എന്നാണ്, സമർപ്പണം എന്നാണ്. ആ ദീനിനോടുള്ള ആത്മാർത്ഥത നമുക്ക് ഉണ്ടാവണം. കാരണം എന്താ പറയുക, ഞാൻ വിശ്വസിച്ചത് ശരിയാണ് എന്ന് ബോധ്യത്തോടു കൂടി ഇഖ്ലാസോടു കൂടി വിശ്വസിക്കാം. അത് പിശാചു സമ്മതിച്ചതാ. അത്തരം ഇഖ്ലാസ് ഉള്ള മനുഷ്യന്മാരെ എനിക്ക് തൊടാൻ കിട്ടൂല. നോക്കൂ നിങ്ങൾ, റഹ്മാനായ റബ്ബ് വിശുദ്ധ ഖുർആനിൽ പിശാച് പറഞ്ഞത് പറയാം. ഖാല ഫബിഇസ്സതിക, അല്ലാഹുവേ നിന്റെ പ്രതാപവും മഹിമയും തന്നെയാണ് സത്യം. ലഅഗ്വിയന്നഹും അജ്മഈൻ, അവരുടെ മുഴുവൻ വഴിയിലും ഞാൻ ഇരിക്കുക തന്നെ ചെയ്യും, അത് തടയുക തന്നെ ചെയ്യും. എന്നിട്ട് പിശാച് പറയാ, ഇല്ലാ ഇബാദക മിൻഹുൽ മുഖ്ലസീൻ, ഏറ്റവും ഇഖ്ലാസുള്ള നിഷ്കളങ്കരായ ദാസന്മാർ ഒഴികെ. ഇഖ്ലാസ് എല്ലാവർക്കും മുന്നിലും ഞാൻ ചൊല്ലും, പക്ഷേ ഇഖ്ലാസുള്ള മനുഷ്യന്മാരെ എനിക്ക് ഒരു ഫസാദ് ഉണ്ടാക്കാൻ പറ്റൂല. അതുകൊണ്ട് പരിഹാരം എന്താ വെച്ചാൽ, നാം വിശ്വസിക്കുന്ന ഈ ദീനിനെ ആത്മാർത്ഥമായി ഉൾക്കൊള്ളുക, ഒരു സംശയലേശമന്യേ അതിനെ പൂർണ്ണമായി വിശ്വസിക്കുക. അല്ലാണ്ട് ബോധ്യപ്പെടണം ഖുർആൻ സത്യമാണ്, 100% ബോധ്യപ്പെടണം. എന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് ഇഖ്ലാസോട് കൂടി വിശ്വസിക്കണം. അപ്പോഴാ 5 നേരത്തെ ബാങ്കും കേൾക്കുമ്പോൾ അറിയാതെ പറഞ്ഞു പോകും, റളീതു ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബി മുഹമ്മദിൻ നബിയ്യ. ഇത് പറയാൻ പിശാചാക്കൂല. കാരണം എന്താ പറയുക, റളീതു എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് റബ്ബെ തൃപ്തിപ്പെട്ടു എന്നാണ്, ഇഷ്ടപ്പെട്ടു എന്നാണ്, സ്വീകരിച്ചു. നീയാണ് റബ്ബ്, ഇസ്ലാമാണ് ദീന്, മുഹമ്മദ് നബി എന്റെ പ്രവാചകനാണ് എന്ന് നിർബന്ധമായി നമ്മെ കൊണ്ട് നമ്മുടെ നാവും മനസ്സും പറയിപ്പിക്കും. കാരണം അത്രമാത്രം ഇസ്ലാമിനെ സ്നേഹിക്കുന്ന ഒരു മാനസികാവസ്ഥയ്ക്ക് നമ്മൾ എത്തും. അള്ളാഹു നമ്മെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രണ്ടാമത്തെ വിഷയം എന്താ അറിയോ സഹോദരങ്ങളെ, നമ്മുടെ തഖ്വ. മലയാളത്തിൽ സൂക്ഷ്മത എന്നാ പറയാ. ജീവിതത്തിലെ ഓരോ സെക്കൻഡും വളരെ കണിശമായി പ്രയോജനപ്പെടുത്താൻ നടത്താം. കളവ് പറയാതെ, തോന്നിവാസങ്ങൾ ചെയ്യാതെ, ഹറാമുകൾ കേൾക്കാതെ കാണാതെ, ഓരോ സെക്കൻഡ് നാട്ടിലെങ്ങനെയോ ജീവിച്ചു, അവരെന്തോ സൗകര്യങ്ങൾ ഉപയോഗിച്ചോട്ടെ, ഞാൻ അല്ലാഹ് ഹറാമാക്കിയതൊന്നും ചെയ്യൂല എന്നാണ്. കാരണം എന്താ പറയുക, പിശാച് നമ്മളൊരു ഹറാം ആണ് ചെയ്താൽ അതൊരു വാതിലാണ്, അവന് കേറിക്കൂടാൻ പറ്റിയ വാതിലാണ്. നമ്മളെ മനസ്സിന്റെ വാതിലും തുറക്കും. അതോടുകൂടി ശൈത്താൻ കയറും. അത് അടഞ്ഞു നിന്ന ശൈത്താൻ പുറത്തിങ്ങനെ നിൽക്കും, ഓന് കയറാൻ പറ്റില്ല. പക്ഷെ ഓനൊരു സ്വഭാവം ഉണ്ട്, ഓൻ മടുത്ത് മാറിപ്പോവില്ല, മരണം വരെ നമ്മുടെ വാതിൽക്ക് ഉണ്ടാവും. എന്തൊരു ശക്തനല്ലേ പിശാച്. അപ്പൊ ആ വാതിൽ തുറക്കുന്ന ആ കുറ്റി താഴ്ന്നു പോകുന്ന നിമിഷം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ഹറാമുകളാണ്. അതേതുമാവാം. നോക്കട്ടെ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയാ, ഇന്നല്ലദീന തഖൗ, സൂക്ഷ്മത പാലിക്കുന്ന ഒരാൾ, അയാളെ പിശാചിന് ഒരിക്കലും പിടികൂടാൻ പറ്റൂല. ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്താൻ, പിശാചിൽ നിന്ന് വല്ല ദുർബോധനവും അവനെ ബാധിച്ചാൽ, ത്വായിഫും മിനശ് ശൈത്താൻ, പിശാചുക്കളിൽ നിന്ന് വല്ല ദുർബോധനം, അത് ചെയ്യ്, ഇത് എടുക്ക്, അത് പ്രവർത്തിക്ക്, അതിനെ പിടിക്ക്, ഇങ്ങനെ പറയലോ, അങ്ങനെ ബാധിച്ചാൽ നമ്മളെന്താ ചെയ്യാ? നമ്മളവൻ ചെയ്യും. നമ്മളെ കൊണ്ട് വ്യഭിചരിപ്പിക്കും, നമ്മളെ കൊണ്ട് തോന്നിവാസങ്ങൾ ചെയ്യിപ്പിക്കും, നമ്മളെ കൊണ്ട് ഹറാമിലെത്തിക്കും. അല്ല, ഇഖ്ലാസുള്ള തഖ്വയുള്ള ഒരു മനുഷ്യനാണെങ്കിൽ തദക്കറൂ ഫഇദാ ഹും മുബ്സിറൂൻ, 2 കാഴ്ചകൾ അവിടെ കാണാൻ പറ്റും. ഒന്ന്, അപ്പോഴേക്ക് അവന് അല്ലാഹുവിനെ ഓർമ്മ വരും. അപ്പ ചൊല്ലും ദിക്ർ, അഊദു ബില്ലാഹ്, കാക്കണം കേട്ടോ, തീർന്നില്ല. അപ്പോഴേക്കും അവന്റെ ഉൾക്കാഴ്ച, അപ്പോഴതാ അവൻ ഉൾക്കാഴ്ചയുള്ളവനാകും. ഇതെനിക്ക് പറ്റൂല, ഇത് ചെയ്യാൻ പറ്റാത്തതാണ്, തിരിഞ്ഞു നടക്കാനുള്ള ഒരു ഉൾക്കാഴ്ചയും അവൻ ലഭിക്കുന്ന. അപ്പോ ഇഖ്ലാസുള്ള തഖ്വയുള്ള ആളുകളെ പിശാചിന് ഒരിക്കലും തന്നെ പിടികൂടാൻ പറ്റില്ല. മൂന്നാമത്തെ എന്താണെന്നറിയോ സഹോദരങ്ങളെ, ഇതൊക്കെ ഉണ്ടെങ്കിലും ഒറ്റപ്പെട്ട ശൈത്താൻ കൊണ്ടുപോകും. ഒറ്റക്ക് നടക്കണവന്റെ മനസ്സ് പിശാചിന് എളുപ്പം കീഴടക്കാൻ പറ്റും, വേഗം കയറിക്കൂടും. നോക്കണ്ടോ, നമ്മള് വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോ ഒരു വഴക്കനുണ്ടായി വിചാരിക്കാം, അത് തീരാതെ പുറത്തേക്ക് ഇറങ്ങിയാൽ 1/2 മണിക്കൂർ കൊണ്ട് നമ്മൾ അത്ര നേരം സ്നേഹിച്ച ഭാര്യയോട് വെറുപ്പ് തോന്നി നമുക്ക്. കാരണം എന്താ പറയുക, ആ പ്രശ്നം തീർന്നിട്ടില്ല, നമ്മൾ ഒറ്റക്കായി 1001 ചിന്തകളിലേക്ക് പിശാച് നമ്മളെ കൊണ്ടുപോകും. എന്താ പരിഹാരം എന്ന് പറയും, വേഗം തീർക്കുക, പ്രശ്നം തീർന്നില്ലെങ്കിൽ അവിടെ പിശാച് ഒറ്റക്കായ മനുഷ്യനെ പിടികൂടും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, വിശ്വാസികളെ ജീവിതം നല്ല നിലക്ക് പോണോ, ഞാൻ എനിക്ക് മതിന്റെ പള്ളിന്റെ ഖുർആനൊക്കെ മതി എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. റസൂലുള്ളാഹി പറഞ്ഞു, പിശാചിന്റെ കടിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അലൈക്കും ബിൽ ജമാഅ, നിങ്ങൾ ജമാഅത്ത് നിങ്ങൾക്ക് നിർബന്ധമാണെന്ന്. എന്ത് 5 നേരം പള്ളിയിൽ നമ്മളോട് വരുത്തണല്ല,
എന്തിനറിയോ? അതിന് കാണണം. ഈമാനുള്ള ഇഖ്ലാസുള്ള മുഖ്ലിസീങ്ങളായ ആളുകളുടെ കൂടെ പാദങ്ങൾ ചേർത്ത് വെച്ച് ഈമാനോട് കൂടി നിന്ന് നിസ്കരിച്ച് സലാം വീട്ടി സൗഹൃദം പുതുക്കിയിട്ട് പള്ളി തന്നെ പോവുക. ഈ പള്ളിയിൽ ആരാ വരിക? കള്ളുടി വരുമോ? വ്യഭിചാരി വരും? ഇല്ല, ഓന് കയറാൻ കഴിയൂല. ഈമാനുള്ളവന് കയറാൻ പറ്റുന്ന സ്ഥല പള്ളി. അതാണ് അലൈക്കും ബിൽ ജമാഅ വ ഇയ്യാകും വൽ ഫുർഖ. ഒറ്റപ്പെട്ടു പോകുന്നതിന് നിങ്ങൾ, ഭിന്നിപ്പുണ്ടാകുന്നതിന് നിങ്ങൾ സൂക്ഷിക്കണം. കാരണം ഫഇന്ന ശൈത്വാന മഅൽ വാഹിദ്, ഒറ്റക്കായോ അവന്റെ കൂടെ പിശാചുണ്ടാകും. വഹുവ മിനൽ ഇത്നൈനി അബ്അദ്, രണ്ടാളുണ്ടായാൽ മതി അവിടെ നിന്ന് പിശാച് അവരിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന. ഫിത്ന ഉണ്ടാക്കാൻ കഴിയൂല. അതുകൊണ്ട് ജമാഅത്താക, ദീനിന്റെ മാർഗത്തിൽ ജമാഅത്താകാം. അതിനെന്തൊരു നല്ല മാർഗമുണ്ടോ? ഖുർആൻ ക്ലാസ് ആവാം, സംഘടനാ പ്രവർത്തനാകാം, അങ്ങനെ ദീനിയായ സക്കാത്തിന്റെ പ്രവർത്തനങ്ങളാവാം, ജമാഅത്തുമായി ബന്ധപ്പെട്ട പ്രവർത്തനം, എല്ലാ ഒരു നന്മ ഉണ്ടോ അവിടെ നമ്മുടെ സാന്നിധ്യം ഉണ്ടാവണം. ഇനി സഹോദരങ്ങളെ, ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? സ്വർഗത്തിന്റെ ആ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനല്ലേ? അതിന് അല്ലാഹു ഉപയോഗിച്ച വാക്ക് ബുഹ്ബുഹത്തുനാൻ. ഫമൻ അഹബ്ബ മിൻകും, നിങ്ങളിൽ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ, അയ്യനാല ബുഹ്ബുഹത്തുൽ ജന്ന, സ്വർഗത്തിന്റെ നടുത്തളം നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ, ഫൽയൽസമിൽ ജമാഅ, നിങ്ങൾക്ക് അൽ ജമാഅത്ത് നിർബന്ധമാണ്, സംഘമായി ജീവിക്കൽ നിർബന്ധമാണ്. ഫഇന്ന ശൈത്വാന മഅൽ വാഹിദ്, ഒരാളാകും പിശാച് കൂടെയുണ്ടാകും. വഹുവ മിനൽ ഇത്നൈനി അബ്അദ്, രണ്ടുപേർ, നല്ല മനസ്സുള്ള രണ്ടുപേർ ചേർന്നിരിക്കുന്നുവെങ്കിൽ അവിടെ പിശാച് ഉണ്ടാവില്ല. വീട്ടില് ഭാര്യ അടുക്കളയിലാവുമ്പോ അടുക്കളയിൽ പോയിരിക്കണം ഞാൻ പറയാം. ഒറ്റക്ക് നമ്മൾ ബെഡ്റൂമിൽ ഇരുന്നാൽ പോലും ശൈത്താൻ നമ്മളെ പേരന്റെ ഉള്ളിൽ, നമ്മളെ വീടിന്റെ ഉള്ളിൽ അത്രമാത്രം ശക്തനാണ് പിശാച് എന്ന് നമ്മൾ അറിയണം. പറഞ്ഞില്ലേ സഹോദരങ്ങളെ, അള്ളാന്റെ സഹായം സംഘമായി ജീവിക്കുന്ന ആളുകളുടെ കൂടെയായിരിക്കും എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ശക്തനായ പിശാചിനെ തിരിച്ചറിഞ്ഞ് അവനെ ഉപരോധിക്കുവാനും പ്രതിരോധിക്കുവാനും അല്ല, അവനെ തോൽപ്പിച്ച് വിജയിയായി സ്വർഗത്തിൽ പ്രവേശിക്കുവാനുമുള്ള മാർഗങ്ങൾ കൃത്യമായി ജീവിതത്തിൽ പാലിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇഖ്ലാസുള്ള, തഖ്വയുള്ള, സൂക്ഷ്മതയുള്ള ജനങ്ങളോടൊപ്പം ജീവിക്കുന്നവരെ പിശാചിനെ സ്വാധീനിക്കാൻ കഴിയില്ല എന്നത് നമുക്ക് അള്ളാഹു നൽകുന്ന സുവ്യക്തമായ അറിവാണ്. ഈ കവചം നമ്മൾ സ്വീകരിക്കണം. അപ്പോഴും നമ്മൾ ചിന്തിക്കും, എന്ത് അദാബിനാണ്, എന്തിനാണ് പിശാചിനെ റഹ്മാനായ റബ്ബ് ഇങ്ങനെ ഒരു പടപ്പായി പടച്ചുവിട്ടത്? നമുക്ക് വല്ലാത്ത പ്രയാസമാണല്ലോ. അതെ, ആ പ്രയാസം തിരിച്ചറിയാൻ തന്നെയാണ് അള്ളാഹു പിശാചിനെ നമുക്ക് ശത്രുവായി നിയമിച്ചിട്ടുള്ളത്. കാരണം നമ്മുടെ ജീവിതം കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്നതിനേക്കാൾ ശ്രേഷ്ഠവും, ഒരു കണ്ണിനും ഇതുവരെ കാണാത്തതും, ഒരു കാതും ഇതുവരെ കേൾക്കാത്തതും, ഒരു മനസ്സിനും നിർവചിക്കാൻ കഴിയാത്തതുമായ അനുഗ്രഹങ്ങളുടെ ജന്നാത്തുൽ ഫിർദൗസ് പകരം നൽകാനാണ് അള്ളാഹു കാത്തിരിക്കുന്നത്. അത് നഷ്ടപ്പെടുത്താനാണ് പിശാച് പരിശ്രമിക്കുന്നത്. എപ്പോഴാണ് പിശാച് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുക? ഞാൻ പറഞ്ഞ 3 കാരണങ്ങൾക്ക് പുറമെ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പറയാം, വമാ കാന ലഹു അലൈഹിം മിൻ സുൽത്താൻ, അവന് പിശാചിന് അവരുടെ മേൽ യാതൊരു അധികാര ശക്തിയും ഉണ്ടായിരുന്നില്ല. ഇല്ലാ ലിനഅലമ മൻ യുഅ്മിനു ബിൽ ആഖിറ മിമ്മൻ ഹുവ മിൻഹാ ഫീ ശക്കിൻ വറബ്ബുക അലാ കുല്ലി ഷൈഇൻ ഹഫീദ്. പക്ഷേ പരലോകത്തെക്കുറിച്ച് സംശയത്തിൽ സ്ഥിതി ചെയ്യുന്നവരിൽ നിന്ന്, കേൾക്കണം വാക്ക്, പരലോകമുണ്ടോ അതുകൊണ്ട് ഉറപ്പായിട്ടില്ല. അങ്ങനെ സംശയിച്ച് നിൽക്കുന്നവരെ, അവരിങ്ങനെ കൂട്ടത്തിലുണ്ടാവും, എല്ലാവരും ഒരുപോലെ ആയിരിക്കും. അവരിൽ നിന്ന് വിശ്വസിക്കുന്നവരെ നമുക്ക് വേർതിരിച്ചു മനസ്സിലാക്കാൻ വേണ്ടിയാകുന്നു. അല്ല, എന്തിനാ പിശാചിനെ ഏർപ്പാടാക്കി? നമുക്കൊരു പരീക്ഷണം. പരലോകമുണ്ടോ ഇല്ലേ? അത് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ പിശാചിനെ ശത്രുവായി പരിഗണിക്കും. എന്നിട്ട് റഹ്മാനായ റബ്ബ് പറഞ്ഞു, നിന്റെ റബ്ബ് അലാ കുല്ലി ഷൈഇൻ വറബ്ബുക അലാ കുല്ലി ഷൈഇൻ ഹഫീദ്, നിന്റെ റബ്ബ് എല്ലാ വസ്തുവിന്റെ മേലും സൂക്ഷ്മമായ നിരീക്ഷണം, വീക്ഷണം ചെയ്യുന്നവനാണ്. അല്ലാഹ് ഇങ്ങനെ നോക്കിയിരിക്കുക നമ്മളെ. മൊത്തത്തിലല്ല അല്ലാഹുവിന്റെ നോട്ടം, ഓരോരുത്തരെ. മനസ്സിലായില്ലേ? എന്താ നോട്ടം? എന്താ നോട്ടം? വിശ്വാസികളെ, പരലോകത്തിൽ വിശ്വാസം ഉണ്ടോന്ന്.
അപ്പോ നമ്മുടെ ഇഖ്ലാസും തഖ്വയും നമുക്ക് ലഭിക്കണമെങ്കിൽ ഒരു സംശയം വേണ്ട സഹോദരങ്ങളെ, യഥാർത്ഥ വിശ്വാസിയാവണം. അതിനെ അള്ളാന്റെ ഖുർആൻ ഒന്ന് കയ്യിലെടുക്കണം, എന്നിട്ടൊന്ന് പാരായണം ചെയ്യണം, എന്നിട്ട് അതിന്റെ ആശയങ്ങളും അർത്ഥങ്ങളും ശരിയാം വിധം ബോധ്യപ്പെടണം. പിശാച് തുറക്കാനയക്കൂല. കാരണം ഈ സംശയമുള്ള മനസ്സുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഒരാവശ്യം. ഒരു പള്ളിക്കുണ്ടാവും, മദ്രസിലുണ്ടാവും, എല്ലായിടത്തും ഉണ്ടാവും. കാരണം എന്താ പറയുക, ഓനിങ്ങനെ മാന്യനായിട്ട് ജീവിക്കാൻ പറ്റിയ നല്ല കുപ്പായ മുസ്ലിമിന്റെ കുപ്പായം. പക്ഷേ മനസ്സിന്റെ ഉള്ളിൽ എന്ത് ചെയ്യും? ഇതൊന്നും അങ്ങോട്ട് ഇഖ്ലാസോടുകൂടി വിശ്വസിക്കൂല. അങ്ങനെ ഇഖ്ലാസ് ഉണ്ടോ, തഖ്വ ഉണ്ടോ? ഞാൻ കുറ്റപ്പെടുത്തിയ പരിണയം എങ്കിൽ ഖുർആൻ കയ്യിലെടുത്തിട്ടുണ്ടാകും, അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ടാകും, പഠിച്ചിട്ടുണ്ടാകും, ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ടാകും, അതിന് പദ്ധതിയും പ്ലാനും ഉണ്ടാകും. അല്ലെ, 1500 സ്ക്വയർ ഫീറ്റിൽ വീടുണ്ടാക്കാൻ 10-15 കൊല്ലം പ്ലാൻ ചെയ്ത മനുഷ്യന്മാരാണ് സഹോദരങ്ങളെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിന്റെ കവാടം തുറക്കുമ്പോൾ അത് കണ്ടുകാണ്ട് നരകത്തേക്ക് പോകേണ്ടി വരുന്ന ഹതഭാഗ്യരാട്ടം നമ്മൾ. അള്ളാഹു നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ശരിയായ വിശ്വാസം ഉണ്ടാവണം. പിശാച് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന സംശയത്തെ നമ്മൾ മാറ്റുമാറി ഇല്ല, നാളെയുടെ ലോകം ഞാൻ കാത്തിരിക്കുന്നു എന്നത് നമുക്ക് ഓർമ്മ വേണം. അതിന് പഠനം വേണം. രണ്ടാമത് തഖ്വ വേണം, സൂക്ഷ്മതയുള്ള ജീവിതം വേണം. ഒരു ഹറാമും നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാനുള്ള കഠിനമായ. മൂന്നാമത് നിരന്തര പ്രാർത്ഥന വേണം. റസൂലുള്ളാഹി പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ആരാ പ്രാർത്ഥിച്ചത്? അല്ലാഹുവിന്റെ റസൂൽ സദാസമയം പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുവേ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന തമ്പുരാനെ. ഒരു യൂട്യൂബിലോ ലിങ്കിലെ ഒരു പ്രസംഗം കേൾക്കുമ്പോഴേക്ക്, ഒരുത്തനെ ഇസ്ലാമിനെ കുറിച്ചുള്ള പരിഹാസം കേൾക്കുമ്പോഴേക്ക്, ഒരു ആയത്തൊരുത്തൻ ദുർവ്യാഖ്യാനിക്കുമ്പോഴേക്ക് ഇതൊക്കെ കണക്കാ, ഞാനൊന്ന് അടിച്ചു പൊളിക്കട്ടെ എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാൽ നേരെ നരകത്തേക്കാണ് പിശാച് കൊണ്ടുപോണത്. ഓൻ വെച്ച വാതിലാണത് തിരിച്ചറിയാതെ പോയാൽ ഈ പ്രാർത്ഥന ജീവിതത്തിൽ വിളിച്ചെടുക്കും. നമ്മുടെ ജീവിതത്തെ മാറ്റാൻ തിന്മ കൂടെ ഉണ്ടോ എന്ന് പരിശോധിക്കാം സഹോദരങ്ങളെ. നിരന്തരമായി കൊണ്ടു നടക്കുന്ന തിന്മകൾ, സ്വകാര്യമായി കൊണ്ടു നടക്കുന്ന ഹറാമുകൾ കണ്ണടച്ച് പരിശോധിച്ച കിട്ടും. ആ കറയങ്ങ് പുറത്തേക്കിട്ട് മാറ്റിവെച്ച് ശരീരവും മനസ്സും ശുദ്ധിയാക്കി അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് പറഞ്ഞു നോക്ക്. ഒരു വല്ലാത്ത പ്രകാശത്തിൽ ജീവിക്കാൻ വലിയ തൗഫീഖ് നമുക്ക് ലഭിക്കും. അല്ലെങ്കിലോ ഈ ദുനിയാവിന്റെ രോഗങ്ങളുടെ, ദാരിദ്ര്യത്തിന്റെ, ക്ഷീണങ്ങളുടെ, ഉത്തരവാദിത്വങ്ങളുടെ കെട്ടുപാണ്ടങ്ങൾക്കിടയിൽ കിടന്ന് ഉഴറി തളർന്ന് തകർന്ന് ഒരു ദിനം നമ്മളങ്ങ് മരിച്ചു പോകും. മൂന്നാം ദിനം മക്കൾ മറക്കും, ഭാര്യ മറക്കും, സുഹൃത്തുക്കൾ മറക്കും. നമ്മളിവിടെ ബാക്കി വെച്ചതൊക്കെ അവർ സന്തോഷത്തോടു കൂടി ഓഹരി വെച്ചെടുക്കും. നമ്മളോ ഒന്നുമില്ലാത്തവരായി വിചാരണയ്ക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കപ്പെടും. അതുകൊണ്ട് പിശാച് നമ്മുടെ മുഖ്യ ശത്രുവായി നമ്മൾ കാണണം. അവനെ പ്രതിരോധിക്കാൻ, അവനെ ജീവിതത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ, അവനെ പരാജയപ്പെടുത്താൻ സാധിക്കുമാറ് ഈമാനും ഇഖ്ലാസും തഖ്വയും അതിനുതകുന്ന സുഹൃത്ത് ബന്ധങ്ങളും ഉണ്ടാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.